ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും തന്നെ നമ്മുടെ ജോയ് വ്ലോഗ് എന്ന ചാനലിലേക്ക് ഏവർക്കും തന്നെ സ്വാഗതം. അപ്പം നിങ്ങൾ ഈ വീഡിയോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം നമ്മളിന്ന് നമ്മുടെ ഐഡിയ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ക്രിസ്മസ് വരെയാണ്. അപ്പോൾ ക്രിസ്മസിനായിട്ട് നമുക്കിവിടെ പുൽക്കൂട് നിർമ്മിക്കണം. അപ്പോൾ അതാണ് നമ്മളുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ അതിക്ക് മുമ്പ് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മുടെ ഗ്ലാസ് ടാങ്കിൽ ഇപ്പോൾ പുല്ലൊക്കെ പിടിപ്പിച്ച് മീനൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു ഹാളിലാണ് നമ്മുടെ പുൽക്കൂട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് തിനയും മണ്ണൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് മുമ്പ് വേറൊരു കാര്യങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ, കാണിച്ചു തരാം. നമ്മുടെ മീനുകളുടെ പോണ്ടാണ്. ഇപ്പം നമ്മൾ രണ്ട് ദിവസം മുമ്പ് നമ്മൾ വെള്ളം മാറിയതേ ഉള്ളൂ. അതായത് നോക്കിയേ, ഓസ്കാർ, ടിൻഫോയിൽ എല്ലാം നിൽപ്പുണ്ട്. ഇവന്മാരൊക്കെ നമ്മളായിട്ട് ഇണങ്ങിയിരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ 3 ഓസ്കാറും ബ്രട്ടയിലൊക്കെ ഇല്ലേ, അവന്മാരായിട്ട് നമ്മളെ ഇണങ്ങിയിരിക്കുവാണ്. ഇതാ വരുന്നതാണ് മെയില് ഓസ്കാർ കേട്ടോ. അതേ വരുന്നതാണ് മെയില് ഓസ്കാറാണിത്. ഈ ഓസ്കാർ നമ്മളായിട്ട് ഇണങ്ങിയിരിക്കുന്ന ഓസ്കാർ കേട്ടോ. നമ്മളെപ്പോൾ വിളിച്ചാലും അത് നമ്മുടെ അടുത്തേക്ക് വരും. ഇവർക്ക് നമ്മൾ ഫുഡ് കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ പെല്ലറ്റും കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചിക്കൻ്റെ ലിവറില്ലേ, അത് നമ്മൾ കട്ട് ചെയ്തിട്ട് അതും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഓസ്കാർ ഇത് അവിടെ ഇപ്പോൾ ഉണ്ട്. ഒരെണ്ണം ചെറുതും അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് ക്രിസ്മസ് പരിപാടിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മണ്ണും ആ ഷീറ്റൊക്കെ ഇടുന്നത് മാത്രമേ കാണിക്കുകയുള്ളൂ. തിന നമ്മൾ വേറെ ദിവസമായിരിക്കും ഇടുന്നത്. നമ്മുടെ റെഡ് ഇത് നോക്കി, റെഡ് ഇപ്പം അത്യാവശ്യം സൈസായിട്ടുണ്ട്. അവൻ്റെ ആ വാലിൽ റെഡൊക്കെ അത്യാവശ്യം കയറി തുടങ്ങി. അവൻ ഫുൾ ടൈം ഒളിച്ചിരിക്കുകയാണ്. ആ സൈഡിൽ ഫുൾ ടൈം അവൻ ഒളിച്ചിരിക്കുക. പുറത്തേക്ക് അത്ര വരത്തൊന്നുമില്ല. വിളിച്ചാൽ മാത്രമേ വരത്തുള്ളൂ. പിന്നെ ലിവർ കാണുമ്പോഴും വരും. പിന്നെ നമ്മൾ വാട്ടർ ക്യാബേജ് ആട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിൽ മൊത്തം വാട്ടർ ക്യാബേജ് ഇട്ട് കൊടുത്തിട്ട് അത് മൊത്തം കൊത്തി കോഴിക്കാർപ്പുകൾ തന്നെയാണ്. നമ്മുടെ ഷാർക്കിൻ്റെ ഒക്കെ സൈസ് കണ്ട. അമ്മാരിപ്പം നന്നായിട്ട് വലുതായി. അതേപോലെ തന്നെ അതാണ് ചെറിയ ഓസ്കാർ. ഇത് മെയിലാണ് കേട്ടോ. ഈ ഓസ്കാർ ചെറുത് മെയിലാണ്. നമ്മുടെ ടിൻഫോയിലിൻ്റെ കുഞ്ഞുങ്ങളാണ്. അതുപോലെ തന്നെ അത് ഫീമെയിലാണ്. നമ്മുടെ ഗോൾഡ് ഫിഷും ഇത് ഫീമെയിൽ ഓസ്കാറാണ്. ഇത് മെയിലും. ഇവൻ്റെ ചുണ്ട് എന്താ അങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അക്വേറിയം ഷോപ്പിലായിരുന്നപ്പോൾ ഇവൻ ഗ്ലാസ്സിൽ ഇടിച്ചിടിച്ച് അങ്ങനെ ആയിപ്പോയതാണ്. നമ്മുടെ ടിൻഫോയിൽ ഫിഷാണ്. അവൻ്റെ വാലിലൊക്കെ നന്നായിട്ട് റെഡ് കയറി വന്നിട്ടുണ്ട്. നമ്മൾ 2 ദിവസം മുമ്പ് വെള്ളം മാറ്റിയതാണ്. അപ്പോൾ അതിൻ്റെ അവസ്ഥ നോക്കിയേ, വീണ്ടും അഴുക്കാക്കി തുടങ്ങി. അപ്പം നമ്മൾ ഈ ഒരു ഹാളിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പം അതിക്ക് മുമ്പ് തന്നെ ആ ഇരിക്കുന്ന ആ ഒരു അക്വേറിയവും ആ കാർഡ്ബോർഡ് പെട്ടിയും ഒക്കെ നമുക്ക് മാറ്റണം. അങ്ങനെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളതെന്ന് പറയുമ്പോൾ, നമ്മൾ ഗ്ലാസ് ഇവിടെ എടുത്ത് വെച്ചാൽ, അപ്പം നമ്മളെ റെട്ടേഴ്സ് ആ മുമ്പിൽ വന്നിട്ടുണ്ട്. അവൻ കണ്ടവിടെ ഓടിപ്പോയിട്ടുണ്ട്. ഗ്ലാസ് നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് നല്ല ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഇന്ന് പുൽക്കൂടിന് വേണ്ടിയിട്ടും മണ്ണും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ ബാക്കി പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ ഇത്രയും വലിയൊരു ഹാളിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനായി നമ്മൾ കിലോ ഷീറ്റിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ പഴയ കിലോ ഷീറ്റില്ലേ, നമ്മൾ മീനിനൊക്കെ അന്ന് ആദ്യമേ വാങ്ങിച്ച കിലോ ഷീറ്റിൻ്റെ കുറച്ച് പീസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളാണ് അടിയിലിട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഷീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഫുൾ ഷീറ്റ് ഇതാ വിരിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് മമ്മട്ടിയും ചട്ടിയും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മണ്ണെടുക്കണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി.
നമ്മുടെ പഴയ കിലോ ഷീറ്റാട്ടാ, മുറിച്ചൊക്കെ വെച്ച പഴയ കിലോ ഷീറ്റാണ് നമ്മളെല്ലാം വിരിച്ചിരിക്കുന്നത്. നമ്മൾ ഇത്രയും ഫുള്ളായിട്ട് മണ്ണിടുന്നുണ്ട്. ഏകദേശം ഒരു 25-30 ചട്ടിയോളം മണ്ണ് നമുക്ക് ആവശ്യമുണ്ട് ഇതിന് വേണ്ടിയിട്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ മണ്ണാണ്. ഇപ്പം നമ്മൾ ഒരു ചട്ടി മണ്ണ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ഇഷ്ടം പോലെ ഒരു 25-26 ചട്ടിയൊക്കെ നമുക്ക് മണ്ണ് ആവശ്യമുണ്ട്. നമ്മളെ വീട്ടിലെ മണ്ണ് തന്നെയാണ്. അപ്പം നമ്മൾ തിനയല്ല ഇടുന്നത്, നമ്മൾ ഗോതമ്പാണ് ഇടുന്നത്. അപ്പം നമ്മളിതാ മണ്ണൊക്കെ ഇരിച്ച് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പം ഏകദേശം ഒരു 25 ചട്ടിയോളം ഉണ്ട്. ഇനി നമുക്കൊരു 5 ചട്ടിയും കൂടെ ഇടേണ്ട ആവശ്യം കൂടെ ഉണ്ട്. അതും കൂടെ ഇട്ടാലേ നമുക്കത് പരത്താനുള്ള ലെവലിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ മണ്ണിൻ്റെ ഒരു ടെക്സ്ചർ കണ്ടില്ലേ, അടിയിലത്തെ മണ്ണാണ്, മേളിലെ മണ്ണല്ല, അടിയിലെ മണ്ണാണ്. നമ്മൾ അത്യാവശ്യം പൊക്കിയിട്ടാണ് മണ്ണിടുന്നത്, കാരണം ഗോതമ്പാണ് നമ്മൾ ഇടുന്നത്. ഗോതമ്പ് കിളുത്ത് വരാൻ അത്യാവശ്യം ടൈം പിടിക്കും. ഇപ്പോൾ അതായത് നമ്മൾ ഫുള്ള് മണ്ണ് എല്ലായിടത്തും പരത്തിയിട്ടുണ്ട്. കുറച്ചും കൂടെ വേണം ആ സൈഡിൽ. അതിൻ്റെ ഒപ്പം നമുക്ക് വെള്ള മണ്ണൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അടിയിൽ നിന്ന്. ഗോതമ്പ് ഏകദേശം ഒരാഴ്ചയോളം വേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര നേരത്തെ നമ്മൾ മണ്ണിട്ടത്. അങ്ങനെ നമ്മളിതാ ഫുള്ള് നമ്മൾ ഇളക്കി നല്ല ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണ്ടില്ലേ, നമ്മൾ കൈ വെച്ച് ഇങ്ങനെ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഇങ്ങനെ ഇളക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഗോതമ്പ് ഇടാൻ വേണ്ടിയിട്ടാണ്. നമ്മളിനി ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഗോതമ്പ് ഇടുകയുള്ളൂ. എന്നാലും നമുക്ക് ക്രിസ്മസിൻ്റെ ആ ഒരു ടൈമിന് നമുക്ക് കിളുത്ത് കിട്ടത്തുള്ളൂ. ഗോതമ്പ് കിളുക്കാൻ അത്യാവശ്യം നല്ല ടൈമുണ്ട്. തീന കിളുക്കുന്ന പോലെ അല്ല ഗോതമ്പ്, കുറച്ച് സമയം പിടിക്കും. അപ്പം നമ്മൾ ഈ സൈഡൊക്കെ എന്ന് പറയുമ്പോൾ പലക വെച്ച് നമ്മൾ ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ഇതേപോലത്തെ പാത്രം വേണം. പഴയൊരു പാത്രമാണ്, അതുപോലെ തന്നെ ചെറിയൊരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ കുളം ഉണ്ടാക്കാൻ പോവാം. പുൽക്കൂടൊക്കെയാകുമ്പോൾ ഒരു കുളം വേണ്ടേ, അങ്ങനെ നമ്മളിത് ആ കുളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു സൈഡിൽ കാണുന്നത് നമ്മളെ കിണറാട്ടാ. ഇത് കുളവും മറ്റേത് കിണറുമാണ്. ഇത്രയും വലുപ്പത്തിലുള്ള കുളമാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. വലിയ തോട് പോലെ നമ്മൾ സെറ്റ് ചെയ്യുന്നില്ല, ഈ ഒരു ലെവലിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, നമ്മളതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് കുറച്ച് പൊക്കി മണ്ണിട്ടിട്ടുണ്ട്. ഒരു മലയുടെ ഒരു കുന്നൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ കിണറാട്ടാ. കിണറൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. കിണർ ഉണ്ടാക്കുന്നതും അതേപോലെ തന്നെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നതും കുറച്ച് ഓർണമെൻറ്റ്സും കൂടെ ഉണ്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട്. അത് നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അത് നിങ്ങൾ മറക്കാതെ കാണുകയും ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഏകദേശം വൈൻഡപ്പ് ചെയ്യാനായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മണ്ണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഇനിയുള്ള വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ഗോതമ്പ് വിതറുന്ന പരിപാടിയുള്ളൂ. അത് നമ്മൾ ഉടനെ ചെയ്യും. അതിനുശേഷം പുൽക്കൂട് കെട്ടുന്നൊരു വീഡിയോ വരും. ക്രിസ്മസ് ട്രീ, അങ്ങനെ ഒരുപാട് വീഡിയോസ് നമുക്ക് ഇനിയും ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ഏകദേശം ടൈമായി. നമ്മൾ ഈ മണ്ണൊക്കെ തന്നെ ഇളക്കി നല്ല ലെവൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്രിസ്മസിനെന്നൊക്കെ പറയുമ്പോൾ സ്റ്റെപ്പിൻ്റെ അത്രയും നീട്ടിയാണ് നമ്മൾ പുൽക്കൂട് സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം നമ്മൾ ഹാളിൽ, അതായത് സ്റ്റെപ്പ് പോകാതെ ഈ ഒരു ഭാഗം വെച്ച് നമ്മൾ വരെയായിരുന്നു. നമ്മളെ മണ്ണിൻ്റെ പൊക്കം ഇത്രയാണ്. കാരണം ഗോതമ്പായതുകൊണ്ട് അത്യാവശ്യം അതിൻ്റെ ടൈം പിടിക്കും, അതുകൊണ്ടാണ്. നല്ല രീതിക്ക് നമ്മൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ വഴിയും, നമ്മൾ ഈ തൂണിൻ്റെ ഇപ്പുറത്തെ ഭാഗത്താണ് നമ്മൾ പുൽക്കൂട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നല്ലൊരു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.